ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീത്തി ചീര ഗാർലിക് മസാലയാണ്. ഇതൊരു ചീരയാണ് കേട്ടോ. മീത്തി എന്നാണ് അതിൻ്റെ പേര്. ഹിന്ദിക്കാരുടെ പേരാണ് അത് മീത്തി. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീത്തി ചീര മസാലയാണ്. മീത്തി ചീര വെളുത്തുള്ളി ചീര മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം അതിലേക്ക് ആദ്യം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ചാറ് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീത്തി ചീര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് വാടി സെറ്റായി വന്നാൽ നമുക്ക് ഇതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തതുകൊണ്ട് എന്തായാലും ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെ ചീര അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് നല്ലോണം പോലെ വാടി കിട്ടണം. നമ്മളെ വെളുത്തുള്ളി, മീത്തി ചീരി, കോക്കനട്ടും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അത് മാറ്റിയ ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ പെരുംജീരകം, 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂണ് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, അതിനുശേഷം 2-3 പച്ചമുളക്, അതിനുശേഷം 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞേക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് പാകത്തിനുള്ളത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഒരു ടിപ്പാണ് കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണേ. ഉള്ളി സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പകുതി തക്കാളി ചെറുതാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ അടച്ചേക്കാം. നല്ലോണം വേവട്ടെ. അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കുമ്മിൻ പൗഡർ, ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നല്ല മിക്സായി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചാൽ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കണേ, ചെറിയ തോതിൽ. അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചത് അരിക്കണം. മീത്തി അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അവസാനം നമുക്ക് ആ സെൻറ്ററിൽ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞാൽ എണ്ണ കൊണ്ട് ഊരി ഇതിലേക്ക് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കിടന്നങ്ങനെ സെറ്റാകട്ടെ. ആ എണ്ണ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മൾ മീത്തി ചീര മസാല ഗാർലിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിലേക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഗൈസ്, ഗാർലിക് മീത്തി ചീര മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു കുടുത്ത പിടിച്ചാണല്ലോ, വേറെ എവിടൊന്നും വേണ്ട. പിന്നെ അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.